ചങ്ങായി വ്ലോഗ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 3ാം ക്ലാസ്സിലെ ഗണിതം യൂണിറ്റ് 3 സമ്മാന കൂപ്പൺ എന്ന ഭാഗം മുതൽക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള 2 വീഡിയോയിൽ ഇതിനു മുമ്പുള്ള പ്രവർത്തനങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സമ്മാന കൂപ്പൺ. കായിക മത്സരത്തിൽ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ വന്നവർക്ക് കങ്കാരു സ്പോർട്സ് 900 രൂപ വീതമുള്ള സമ്മാന കൂപ്പണുകൾ നൽകി. ഓരോരുത്തർക്കും 3 സാധനങ്ങൾ തിരഞ്ഞെടുക്കാം. അവർ തിരഞ്ഞെടുത്തത് ഏതൊക്കെ സാധനങ്ങളാകാം? ഇതിലെന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ക്രിക്കറ്റ് ബാറ്റ്, ഷട്ടിൽ ബാറ്റ്, ഫുട്ബോൾ, ഷട്ടിൽ കോക്ക്, നെറ്റ്, വോളിബോൾ, ഷൂസ്, ജേഴ്സി, ഗ്ലൗസ്, ചെസ് ബോർഡ്, ക്രിക്കറ്റ് ബോൾ എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിലിഷ്ടമുള്ള 3 സാധനങ്ങൾ തിരഞ്ഞെടുക്കാം. പക്ഷേ 3 സാധനങ്ങളുടെയും കൂടി ആകെ വില 900 രൂപയിൽ കൂടാൻ പാടില്ല. അപ്പോൾ നമുക്കിവിടെ ഓരോരുത്തരും തിരഞ്ഞെടുത്തത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. കടുവ ആദ്യം തന്നെ തിരഞ്ഞെടുത്തത് ഷട്ടിൽ ബാറ്റാണ്. അതിന് 300 രൂപ. പിന്നീട് തിരഞ്ഞെടുത്തത് ഷട്ടിൽ കോക്കാണ്. ഷട്ടിൽ കോക്കിന് നോക്കൂ 250 രൂപ. പിന്നീട് ഒരു വോളിബോളും തിരഞ്ഞെടുത്തു. അതിന് 350 രൂപ. അപ്പോൾ അവർ കൂട്ടി നോക്കി. 300 കൂട്ടണം 250 കൂട്ടണം 350, അപ്പോൾ 900 രൂപയായി. ആദ്യം 2 സാധനങ്ങൾ വാങ്ങി അതിൻ്റെ വില കൂട്ടി നോക്കിയതിന് ശേഷം ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം 3ാമത്തെ ഐറ്റം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ നമുക്ക് കാക്ക എന്താണ് തിരഞ്ഞെടുത്തത് എന്ന് നോക്കാം. കാക്ക ആദ്യം തന്നെ ഫുട്ബോളാണ് തിരഞ്ഞെടുക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഫുട്ബോളിൻ്റെ വില നോക്കൂ 650 രൂപയാണ്. പിന്നെ കാക്ക തിരഞ്ഞെടുത്തത് ഗ്ലൗസും തിരഞ്ഞെടുത്തു. അപ്പോൾ ഒരു 150 രൂപയും കൂടി ആയി അല്ലേ. അപ്പോൾ നമുക്ക് കൂട്ടി നോക്കാം. 650ഉം 150ഉം കൂടുമ്പോൾ 800 രൂപ. ഇനി നമുക്ക് എത്ര രൂപയുടെ സാധനം കൂടി എടുക്കാൻ പറ്റുള്ളൂ? 800 ആയില്ലേ. ഇനി ഒരു 100 രൂപയുടെ സാധനം കൂടി എടുക്കാൻ പറ്റൂ. അപ്പോൾ 100 രൂപയുടെ സാധനം ഇവിടെ ഉള്ളത് ചെസ് ബോർഡാണ്. അപ്പോൾ കാക്ക ഒരു ചെസ് ബോർഡ് കൂടി തിരഞ്ഞെടുത്തു. അടുത്തത് ഡോൾഫിൻ തിരഞ്ഞെടുത്തത് എന്തൊക്കെയാണ്? ഡോൾഫിനും ഷട്ടിൽ ബാറ്റ് തിരഞ്ഞെടുത്തു, 300 രൂപ. പിന്നെ നെറ്റ് തിരഞ്ഞെടുത്തു, അതിന് 400 രൂപ. അപ്പോൾ 300ഉം 400ഉം കൂട്ടിയാൽ എത്രയാണ്? 700. ഇനി എത്ര രൂപയുടെ സാധനം കൂടി തിരഞ്ഞെടുക്കാൻ പറ്റും? ഇനി ഒരു 200 രൂപയുടെ സാധനം കൂടിയേ പറ്റൂ. കാരണം 700ഉം 200ആണ് 900. 700ഉം 200ഉമാണ് 900. അപ്പോൾ 200 രൂപയുടെ എന്ത് സാധനം അവിടെ ഉള്ളത്? ഒരു ജേഴ്സി ഉണ്ട്. ജേഴ്സി നമുക്ക് തിരഞ്ഞെടുക്കാം. ഡോൾഫിന് വേണ്ടിയിട്ട് 200 രൂപയുടെ ജേഴ്സി. അപ്പോൾ 300ഉം 400ഉം 200ഉം കൂട്ടി നോക്കുമ്പോൾ 900. അടുത്തത് കുട്ടികളുടെ മത്സരം. കുട്ടികളുടെ മത്സരത്തിനായി ചെസ് നമ്പറുകൾ തയ്യാറാക്കുന്നത് മിട്ടുമുയലാണ്. 100 മീറ്റർ ഓട്ട മത്സരത്തിനായി 10 മുതൽ 20 വരെയുള്ള ചെസ് നമ്പറുകൾ തയ്യാറാക്കി. ചെസ് നമ്പറുകൾ എഴുതിയ എത്ര കാർഡുകളുണ്ട്? എഴുതി നോക്കിയാലോ. 10 മുതൽ 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പോൾ നമുക്ക് എണ്ണി നോക്കിയാലോ. 11 കാർഡുകളുണ്ട്. 11 കാർഡുകൾ. അടുത്തത് നീന്തൽ മത്സരത്തിന് 30 മുതൽ 50 വരെയുള്ള കാർഡുകൾ ഉണ്ടാക്കി. എത്ര പേർക്കാണ് കാർഡുകൾ കൊടുത്തത്? അപ്പോൾ എത്ര കാർഡ് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇതിലും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് 30 മുതൽ 50 വരെ എഴുതണമെങ്കിൽ കുറേ എഴുതണം അല്ലേ. 30, 31, 32 അങ്ങനെ 50 വരെ എഴുതണം. ഇങ്ങനെ അല്ലാതെയും ഇത് തിരഞ്ഞെടുക്കാം. അപ്പോൾ ആദ്യത്തെ കണക്ക് നോക്കാം. 100 മീറ്റർ ഓട്ട മത്സരത്തിനായി 10 മുതൽ 20 വരെയുള്ള ചെസ് നമ്പറുകളാണ് തിരഞ്ഞെടുത്തത് അല്ലേ. അപ്പോൾ 10 മുതൽ 20 വരെ 10ൽ കൂടി എത്ര കൂട്ടിയാൽ 20 കിട്ടും? 10ഉം 10ഉം ആണ് 20 അല്ലേ. അപ്പോൾ 10 കൂടെ 1 കൂടി ചേർത്ത് 10ഉം 1ഉം 11. അപ്പോൾ നമുക്ക് ആദ്യം എണ്ണി നോക്കിയപ്പോൾ കിട്ടിയതും 11 കാർഡുകളാണ്. അപ്പോൾ ഇത് ഇവിടെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക നോക്കൂ. 30 മുതൽ 50 വരെ. അപ്പോൾ 30 മുതൽ 50 വരെയുള്ള കാർഡുകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് 30 കൂടി എത്ര കൂട്ടിയാൽ 50 ആകും? 30ഉം 20ഉം 50 അല്ലേ. 30 കൂടെ 20 കൂട്ടിയാൽ 50 കിട്ടും.
അപ്പോൾ ആ 20-ൽ കൂടെ 1 കൂടി ചേർത്താൽ 21 കാർഡുകൾ ഉണ്ടാകും. എത്ര പേർക്കാണ് കാർഡുകൾ കൊടുക്കുക? 21 പേർക്ക്. എങ്ങനെയാണ്? 30-ൽ കൂടി എത്ര കൂട്ടിയാൽ 50 ആവും നോക്കുക. അപ്പോൾ 20 എന്ന് കിട്ടി. അതിൽ കൂടി 1 കൂട്ടണം. അല്ലെങ്കിൽ 50-ൽ നിന്ന് 30 കുറച്ച് അതിനോട് 1 കൂട്ടുക. 50-ന്ന് 30 കുറയ്ക്കുക. എങ്ങനെ? 50 30 കുറയ്ക്കൂ. 0-ന്ന് 0 പോയാൽ 0, 5-ന്ന് 3 പോയാൽ 2. അപ്പോൾ 20 കിട്ടി അല്ലേ? 20-ൽ കൂടി 1 ചേർത്താൽ 21 കാർഡുകളാണ്. എഴുതി നോക്കി നിങ്ങൾ അങ്ങനെയല്ലേന്ന് ഒന്നുകൂടി ഉറപ്പിക്കൂ. അടുത്തത് നെല്ലിക്ക പെറുക്കൽ കളിക്കായി 60 മുതൽ 100 വരെ കാർഡുകൾ ഉണ്ടാക്കണം. എത്ര കാർഡുകൾ വേണം? അപ്പോൾ നമ്മളിവിടെ നേരത്തെ കണ്ടതുപോലെ വലിയ സംഖ്യയിൽ നിന്ന് 100-ൽ നിന്ന് 60 കുറയ്ക്കുക. അതിൽ കൂടി ആ കിട്ടുന്ന ഉത്തരത്തിനോട് 1 ചേർക്കണം. അപ്പോൾ 100-ൽ നിന്ന് 60 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 40. 40-ൽ കൂടി 1 ചേർത്താൽ 41. നെല്ലിക്ക പെറുക്കൽ കളിക്ക് എത്ര കാർഡുകൾ വേണം? 41 കാർഡുകൾ. 60-നോട് എത്ര ചേർത്താൽ 100 ആവും എന്ന് നോക്കാം. അല്ലെങ്കിൽ 100-ൽ നിന്ന് 60 കുറയ്ക്കാം. എന്നിട്ട് അതിനോട് 1 ചേർക്കാം. ഏതിനാലും 1 ചേർക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച രീതി എങ്ങനെയാണ്? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ച് കിട്ടുന്ന ഉത്തരത്തിനോട് 1 കൂട്ടുക. ഞാൻ കണ്ടുപിടിച്ച രീതി അങ്ങനെയാണ് നമ്മൾ എഴുതിയത്. ഇനി ആകെ രണ്ടക്ക സംഖ്യകൾ എത്ര? ആകെ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? രണ്ടക്ക സംഖ്യ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 10-ൽ നിന്ന് അല്ലേ? 9 വരെ ഒരക്കേ ഉള്ളൂ. അപ്പോൾ 10-ൽ നിന്ന് രണ്ടക്ക സംഖ്യ തുടങ്ങുന്നു. 10 മുതൽ 99 വരെയാണ് രണ്ടക്ക സംഖ്യകൾ. അപ്പോൾ 10 മുതൽ 99 വരെ എത്ര സംഖ്യകളുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? അതിന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 99-ൽ നിന്ന് 10 കുറയ്ക്കുക. 10 കുറയ്ക്കുമ്പോൾ 89 എന്ന് കിട്ടും. 89 കൂടെ 1 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടുക? 90 സംഖ്യകൾ. 100 മുതൽ 200 വരെ എത്ര സംഖ്യകൾ? അതും ഇതേപോലെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. 100 മുതൽ 200 വരെ. അപ്പോൾ 200 വലുത്. 200-ൽ നിന്ന് 100 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 200-ൽ നിന്ന് 100 പോയാൽ 100. 100-നോട് 1 കൂട്ടുക. അപ്പോൾ 101. 100 മുതൽ 200 വരെ എത്ര സംഖ്യകൾ? 101 സംഖ്യകൾ. ആകെ എത്ര മൂന്നക്ക സംഖ്യകൾ? അതെങ്ങനെ കാണാം? മൂന്നക്ക സംഖ്യകൾ എവിടുന്നാണ് തുടങ്ങുക? 100-ൽ നിന്ന്. 100-ൽ നിന്ന് തുടങ്ങിയിട്ട് 999 വരെയാണ് മൂന്നക്ക സംഖ്യകൾ. 1000 ആയാൽ 4 അക്ക സംഖ്യയായി. അപ്പോൾ 999-ൽ നിന്ന് 100 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 999-ന്ന് 100 കുറച്ചാൽ 899. ആ ഉത്തരത്തിനോട് 1 കൂട്ടുക. അപ്പോൾ 899 1 900. അപ്പോൾ ആകെ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 900 മൂന്നക്ക സംഖ്യകൾ. 1-നും 100-നും ഇടയിൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? ഒറ്റ സംഖ്യകൾ നമുക്ക് എഴുതി നോക്കിയാലോ. ഏതൊക്കെ ഒറ്റ സംഖ്യകൾ? 1 അല്ലേ? 1 വേണ്ട. 1-നും 100-നും ഇടയിലാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ 3 5 7 9 11 13 15 17 അങ്ങനെ 99 വരെയാണ് ഒറ്റ സംഖ്യകൾ അല്ലേ? 99 വരെ ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ എത്ര നോക്കൂ, എണ്ണി നോക്കാം. 49. അതുപോലെ തന്നെ ആകെ എത്ര ഇരട്ട സംഖ്യകൾ? 1-നും 100-നും ഇടയിൽ ആകെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? അത് നമ്മൾ ഇരട്ട സംഖ്യകൾ എഴുതി നോക്കണം. 2 മുതൽ 2 4 6 8 10 12 14 16 അല്ലേ? അത് 98 വരെ. അപ്പോൾ ആകെ ഇരട്ട സംഖ്യകൾ എണ്ണി നോക്കുമ്പോൾ അതും 49ആണ്. ഇത് ഞാൻ കണക്കാക്കിയ രീതി എങ്ങനെയാണ്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് 1 കൂട്ടി അല്ലേ? ഇതിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് 1 കൂട്ടി. എന്നാൽ 1-നും 100-നും ഇടയിലുള്ള സംഖ്യകൾ, ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും നമ്മൾ എഴുതി എണ്ണി നോക്കിയും കണ്ടുപിടിക്കാം. കാർഡ് കളി. സംഖ്യ കാർഡ് കളിയിൽ ഞാനുമുണ്ടേ. മാൻ പറഞ്ഞുകൊണ്ട് വരിക. ഓരോരുത്തർക്കും 4 കാർഡുകൾ വീതം കൊടുക്കാം.
അക്കങ്ങൾ ആവർത്തിക്കാതെ ഏറ്റവും കൂടുതൽ മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കുന്ന ആളാണ് ജയിക്കുക. മണിയൻ ഉറുമ്പിന് കിട്ടിയ കാർഡുകൾ നോക്കൂ. 9, 3, 2, 5. ഏതൊക്കെ മൂന്നക്ക സംഖ്യകളായിരിക്കും ഉണ്ടാക്കിയത്? അപ്പം നമുക്കിവിടെ ആദ്യം തന്നെ 9ന് 100ൻ്റെ സ്ഥാനത്ത് വരുന്ന മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം. 932, 923, 925, 952, 935, 953. 6 സംഖ്യകൾ 100ൻ്റെ സ്ഥാനത്ത് 9 വരുന്ന തരത്തിൽ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു. ഇതിൽ സംഖ്യകൾ ആവർത്തിച്ചിട്ടില്ല. അടുത്തത് 100ൻ്റെ സ്ഥാനത്ത് 3 വരുന്ന സംഖ്യകൾ ഉണ്ടാക്കാം. 392, 329, 325, 352, 359, 395. ഇതിലും 6 സംഖ്യകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തതിൽ 100ൻ്റെ സ്ഥാനത്ത് 2 വരുന്ന സംഖ്യകൾ ഉണ്ടാക്കാം. 293, 239, 295, 259, 235, 253. ഇതിലും 6 സംഖ്യകളാണ് ഉണ്ടാക്കിയത്. അടുത്തത് 100ൻ്റെ സ്ഥാനത്ത് 5 വരുന്ന സംഖ്യകൾ ഉണ്ടാക്കാം. 593, 539, 532, 523, 529, 592. ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? സംഖ്യകൾ ആവർത്തിക്കരുത്, മൂന്നക്ക സംഖ്യകളാവണം. ഇനി ഉണ്ടാക്കിയ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 953. അതായത് ഏറ്റവും വലുത് എങ്ങനെയായിരിക്കും? 100ൻ്റെ സ്ഥാനത്താവും വലിയ സംഖ്യ വരിക. 10ൻ്റെ സ്ഥാനത്ത് അതിന് ചെറുത്, ഒറ്റയുടെ സ്ഥാനത്ത് അതിലും ചെറുത്. എന്നാൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നുള്ളതിൽ 100ൻ്റെ സ്ഥാനത്താണ് ഏറ്റവും ചെറിയ സംഖ്യ വരിക. 10ൻ്റെ സ്ഥാനത്ത് അതിലും വലുത്, 100ൻ്റെ സ്ഥാനത്ത് അതിലും വലുത്. 235. ഏറ്റവും ചെറിയ സംഖ്യ അബാക്കസിൽ വരച്ച് കാണിക്കൂ. അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് 2 മുത്തുകൾ ഇടണം, 10ൻ്റെ സ്ഥാനത്ത് 3 മുത്തുകൾ ഇടണം, ഒറ്റയുടെ സ്ഥാനത്ത് 5 മുത്തുകൾ ഇടുക. അപ്പോൾ 235ന് അബാക്കസിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. തുടർച്ചയായ 2 സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണ്? 1ഉം 2ഉം എത്രയാണ്? 3. 2ഉം 3ഉം 5. 5ഉം 6ഉം 11. 6ഉം 7ഉം 13. കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്ത് പ്രത്യേകത കണ്ടുപിടിക്കൂ. ഇനി നമുക്ക് നോക്കാം. 3ഉം 4ഉം 7, 4ഉം 5ഉം 9, 7ഉം 8ഉം 15, 8ഉം 9ഉം 17. ഇങ്ങനെ വരുമ്പോൾ ഈ തുകകളുടെ പ്രത്യേകത എന്താണ്? എല്ലാ സംഖ്യയും ഒറ്റ സംഖ്യകളാണ്. 3, 5, 11, 13, 7, 9, 15, 17 ഇവയെല്ലാം ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ തുടർച്ചയായ 2 സംഖ്യകളുടെ തുക ഒരു ഒറ്റ സംഖ്യയായിരിക്കും. ഇനി അടുത്തത് നോക്കൂ. 2 ഒറ്റ സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്ത്? നമുക്ക് 2 ഒറ്റ സംഖ്യകളൊന്ന് കൂട്ടി നോക്കാം. 1ഉം 3ഉം 4, 3ഉം 5ഉം 8, 7ഉം 9ഉം 16, 9ഉം 11ഉം 20, 21, 23ഉം 44. ഈ തുകകളുടെ പ്രത്യേകത നോക്കൂ. ഈ തുകകളെല്ലാം ഇരട്ട സംഖ്യകളാണ്. 4, 8, 16, 20, 44 ഇതെല്ലാം ഇരട്ട സംഖ്യകളാണ്. അതായത് 2 ഒറ്റ സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത അവ ഇരട്ട സംഖ്യയായിരിക്കും എന്നാണ്. 2 ഒറ്റ സംഖ്യകളുടെ തുക ഒരു ഇരട്ട സംഖ്യയായിരിക്കും. അടുത്തത് 2 ഇരട്ട സംഖ്യകളുടെ തുകയോ? ഇരട്ട സംഖ്യകളുടെ തുക നോക്കാം. 2 + 4 അല്ലേ? 2ഉം 4ഉം 6, 4 കൂട്ടണ 8 12, 8ഉം 10ഉം 18, 10ഉം 12ഉം 22, 10ഉം 14ഉം 24. നോക്കൂ, ഈ തുകകളുടെ പ്രത്യേകത എന്താണ്? ഇവയും ഇരട്ട സംഖ്യകളാണ്. 2 ഇരട്ട സംഖ്യകളുടെ തുക ഒരു ഇരട്ട സംഖ്യയായിരിക്കും. പിന്നെ അടുത്തത് എന്താ നോക്കൂ. 6ഉം 60ഉം 600ഉം ചേർന്നാൽ എത്ര? ഇതൊരു കളിയാണ്. കളി പോലെ ചോദിക്കാവുന്നതാണ്. കാരണം ഇത് കൂട്ടൊന്നും ആവശ്യമല്ല. 6ഉം 60ഉം 600ഉം ചേർന്നാൽ 666. 5ഉം 50ഉം 500ഉം ചേർന്നാലോ? 555. 4ഉം 40ഉം 400ഉം ചേർന്നാൽ 444. ഓക്കെ.
ഇനി 8 നൂറുകൾ ചേർന്ന സംഖ്യ എത്ര പത്തുകൾ ചേർന്നതിന് തുല്യമാണ്? 8 നൂറ് എന്ന് പറഞ്ഞാൽ എന്താ? 800 അല്ലേ? 800 എത്ര 10 വേണം 800 ആവാനാണ്. അതിന് നമ്മളൊന്ന് നോക്കിയാൽ മതി. 8 നൂറ് എന്ന് പറഞ്ഞാൽ എത്രയെന്ന് നമുക്ക് നോക്കാം. 1 നൂറിൽ എത്ര 10 10 10. 2 നൂറിൽ 20 10. 3 നൂറിൽ 30 10. 4 നൂറിൽ 40 10. 5 നൂറിൽ 50 10. 6 നൂറിൽ 60 10. 7 നൂറിൽ 70 10. 8 നൂറിൽ 80 10. അപ്പോൾ 8 നൂറുകൾ ചേർന്ന സംഖ്യ എത്ര പത്തുകൾ ചേർന്നതിന് തുല്യമാണ്? 80 പത്തുകൾ ചേർന്നതിന് തുല്യമാണ്. ഇപ്പോൾ നമ്മുടെ യൂണിറ്റ് കഴിഞ്ഞു. ഇനി വിലയിരുത്തൽ പ്രവർത്തനങ്ങളാണ്. 7 നൂറും 6 10ഉം 5 1ഉം ചേർത്ത് സംഖ്യ ഉണ്ടാക്കിയപ്പോൾ 675 എന്നെഴുതി. ഒരാൾ അങ്ങനെ എഴുതിയത് 675. ശരിയായ സംഖ്യ ഏതാണ്? 765 അല്ലേ? 675ൻ്റെ കൂടെ എത്ര പത്തുകൾ ചേർത്താൽ ശരിയായ സംഖ്യയാകും? ഇപ്പം നമുക്കിവിടെ നിന്ന് എഴുതി നോക്കാം. 765 ശരിയായ ഉത്തരം. 700, 6 10, 5 ഒന്നുകൾ. ഇപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് 600, 7 10, 5 ഒന്നുകൾ എന്നാണ്. അപ്പോൾ ഈ 600ന് നമുക്ക് എന്താക്കണം? 700 ആക്കണം അല്ലേ? അപ്പോൾ 10 10 കൂട്ടണം. എന്നാൽ ഇവിടെ 6 10 എന്നുള്ളതിന് പകരം ഇവിടെ 7 10ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 7 10ൽ നിന്ന് ഒരു 10 കുറയും വേണം, ഇപ്പുറത്ത് 10 10 കൂട്ടുകയും വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 10 10ൽ നിന്ന് ഒരു 10 കുറയ്ക്കാം. അപ്പോൾ 9 10. 9 10 ചേർന്നാൽ എന്താവും? ശരിയായ സംഖ്യ ആകും. അടുത്തത് അബാക്കസിലെ 100ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 10ൻ്റെ സ്ഥാനത്തിട്ടാൽ സംഖ്യ എത്ര കുറയും? 100ൻ്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്തെടുക്കുക. ഒരു മുത്തെടുത്തിട്ട് 10ൻ്റെ സ്ഥാനത്തേക്ക് ഇടുക. അപ്പോൾ ഇപ്പോൾ ഉള്ള സംഖ്യ 423 ഒരു മുത്തെടുത്തിട്ട് 10ൻ്റെ സ്ഥാനത്തേക്ക് ഇട്ടാലോ 333 ആകും. അപ്പോൾ സംഖ്യ എത്രയാണ് കുറയുന്നത്? 423ൽ നിന്ന് അത് എന്തായി മാറി? 333. അതായത് 3 3 പോയാൽ നമുക്കൊന്ന് കുറച്ച് നോക്കാം എത്ര കുറഞ്ഞതെന്ന് അറിയാൻ. 3 3 പോയാൽ 0. പിന്നെ 12ൽ നിന്ന് 3 പോയാൽ 9. പിന്നെ ഇവിടെ 3 തന്നെ ഉള്ളൂ അല്ലേ? അപ്പോൾ എത്ര കുറയും? 90 കുറയും. അതായത് 423 എന്നുള്ള സംഖ്യ 333 ആകുമ്പോൾ സംഖ്യ 90 കുറയും. ഇനി 100ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് 1ൻ്റെ സ്ഥാനത്തിട്ടാൽ സംഖ്യ എത്ര കുറയും? അപ്പോൾ എത്രയാവും സംഖ്യ? 324 അല്ലേ? 1ൻ്റെ സ്ഥാനത്ത് 1 കൂടി, 100ൻ്റെ സ്ഥാനത്ത് 1 കുറഞ്ഞു, 324 ആകും. അതായത് സംഖ്യ 423ൽ നിന്ന് 324 ആകും. അപ്പോൾ എത്ര കുറയും? 3ൽ നിന്ന് 4 കുറയ്ക്കുക. അതായത് 13ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 9. പിന്നെ ഇവിടെ 1 അല്ലേ? 1 അതായത് 11. 11ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 9. അപ്പോൾ 99. കുറവ് വരുന്നത് എത്രയാണ്? 99. അബാക്കസിലുള്ള ഇപ്പോഴുള്ള മുത്തുകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ. അബാക്കസിൽ ഇപ്പോൾ എത്ര മുത്തുകളാണുള്ളത്? എല്ലാതും കൂടി 9 മുത്തുകളാണുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഈ എല്ലാ മുത്തുകളും 100ൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ 9 നൂറുകളാകും, 0 10കളും 0 1കളുമാകും. അതായത് 900. അതാണ് ഏറ്റവും വലിയ സംഖ്യ. അബാക്കസിലെ മുത്തുകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ സംഖ്യയായ 1. 1നെ 100ൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഒരു 100ആയി. 10ൻ്റെ സ്ഥാനത്ത് 1 ഇടണ്ട. 1കളുടെ സ്ഥാനത്ത് ബാക്കിയുള്ള എല്ലാ മുത്തുകളും ഇടുക. അപ്പോൾ 1കളുടെ സ്ഥാനത്ത് 8. അപ്പോൾ ഏതാണ് ഏറ്റവും ചെറിയ സംഖ്യ?
108. പാറ്റേൺ പൂർത്തിയാക്കാം. 596, 597, 598 തുടർച്ചയായ സംഖ്യയാണ്. അതാണ് 599, 600. 102, 112, 122. അതായത് എല്ലാവരും 10 കൂടിയിട്ടാണ് വരുന്നത്. ആദ്യം 102, പിന്നെ 12, 122, 132, 142. അടുത്തത് 123. പിന്നെ വന്നിരിക്കുന്നത് 234. എല്ലാത്തിനും ഓരോന്ന് കൂടി. 100 ഉള്ളത് 200 ആയി, 2 10 ഉള്ളത് 3 10 ആയി, 3 ഒറ്റ ഉള്ളത് 4 ഒറ്റയായി. അപ്പോൾ 234 കഴിഞ്ഞപ്പോൾ അടുത്തതും അതേപോലെ തന്നെ 345. അത് ഇനിയും കൂടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എഴുതുക 456, 567. ഓക്കെ. അടുത്തത് 986, 886, 786. ഇതിൽ ഇവിടെയൊക്കെ എന്താ വന്നിരിക്കുന്നത്? ആദ്യത്തേൽ 900, 10, 8, ഒറ്റ 6. അടുത്തതിൽ 100 ഒന്ന് കുറഞ്ഞു, 10 ഒന്നുകൾക്കും മാറ്റമില്ല, 800 ആയി. അടുത്തതിൽ വീണ്ടും 100 ഒന്ന് കുറഞ്ഞു, 10 ഒന്നുകൾക്കും മാറ്റമില്ല. അപ്പോൾ നമ്മൾ 100 ഒന്ന് കുറച്ചിട്ട് 686, 586 എന്ന് എഴുതണം. 900. അടുത്തത് 890. അടുത്തത് 880. 890 കഴിഞ്ഞിട്ട് 880 ആണ്. 10 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 880 നിന്ന് 10 കുറച്ച് 870. അടുത്തത് 860. അടുത്തത് 125. നമ്മൾ ഉണ്ടാക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ. ഇവിടെ ഒരു പാറ്റേണിനുള്ള സ്ഥലം കൊടുത്തിട്ട് കണ്ടോ, അത് നമ്മൾ എഴുതുകയാണ്. 125, 120, 115. ഇപ്പോൾ എത്ര വശം കുറഞ്ഞിരിക്കുന്നത്? 25 20 ആയി, 20 15 ആയി. അപ്പോൾ ഇനി 115 110 ആവണം. 110 നിന്ന് 105 ആവണം. 5 വീതം കുറച്ചെഴുതുക. അടുത്തത് കളം പൂർത്തിയാക്കൂ. 789 വ്യത്യസ്ത രീതിയിൽ എഴുതിയിരിക്കുന്നു. ഒന്നുകളാക്കി എഴുതിയിട്ടുണ്ട്. 789 ഒന്നുകൾ മാത്രമാക്കുമ്പോൾ 789 ഒന്നുകൾ. അടുത്തത് 10കൾ ഒന്നുകളുമായി എഴുതിയിട്ടുണ്ട്. 100 അല്ല കൊടുത്തിരിക്കുന്നത്. 78 10. 78 10 കൂടുമ്പോൾ 780 ആകും. പിന്നെ 9 ഒന്നുകൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇനി നമുക്ക് 700, 8 10, 9 1 എന്ന് എഴുതാം. പിന്നെ മറ്റൊന്ന് 700ഉം 89 ഒന്നുകളുമാക്കിയിട്ടും എഴുതാം. ഇങ്ങനെ 2 തരത്തിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പാഠഭാഗം 1000 1000 എന്ന യൂണിറ്റ് 3 കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ യൂണിറ്റ് 3യും കൂടി നമ്മുടെ ഓണപരീക്ഷയിൽ നമുക്കുണ്ടാകും. അപ്പോൾ എല്ലാം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.